ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉണക്കച്ചെമ്മീൻ കറിയാണ്. അപ്പോൾ ചെമ്മീൻ കറി തയ്യാറാക്കുന്നതിനുള്ള എല്ലാ ഐറ്റംസും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 250 ഗ്രാം ചെമ്മീനാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കറി വയ്ക്കാൻ തുടങ്ങാം. ഒരു മൺചട്ടി അടുപ്പിച്ച് വെച്ച് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 3 മാങ്ങ, കോമാങ്ങയാണ് കേട്ടോ, നല്ല പുളിപ്പുള്ള മാങ്ങയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. 2 തക്കാളി, 2 പച്ചമുളക്, ഒരു 5 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത്, ഇത്രയും ചേർക്കാം. ചെറിയുള്ളിയും മാങ്ങയൊക്കെയാണ് ഇതിൻ്റെ നല്ല ടേസ്റ്റ്. മാങ്ങ ഇട്ടിട്ട് ചെമ്മീൻ കറി വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇത് ഞങ്ങൾക്ക് ഈ വർഷം ഞങ്ങൾ കൊടുങ്ങല്ലൂർ പോയപ്പോൾ കൊണ്ടുവന്നാണ് കേട്ടോ ചെമ്മീൻ. കൊടുങ്ങല്ലൂരത്തെ ചെമ്മീൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മളിവിടെ കടയിൽ നിന്നൊക്കെ വാങ്ങിയാലും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ആ ചെമ്മീനിന്, മണം മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇത് നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലകൾ ചേർക്കാം. ഞാനിവിടെ ഒരു 4 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്തിട്ട് എല്ലാം ഇവിടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിനെ ഒന്ന്, ഈ മാങ്ങ തക്കാളിയൊക്കെ നന്നായി ഉടയണം, ചാറ്റിൽ കിടന്ന് നന്നായി വെന്തുടഞ്ഞ് വരുമ്പോഴാണ് ആ ചാറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഒന്ന് അടച്ച് വെച്ചിട്ട് നന്നായി വേകുന്നവരെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരു തിളയൊക്കെ വന്നിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ വേകാനുണ്ട്. മാങ്ങയൊക്കെ ഒന്ന് വെന്ത് കിട്ടണം. തക്കാളിയൊന്നും അത്ര ഉടഞ്ഞിട്ടില്ല, ഒന്നുകൂടെ ഒന്ന് വേകാനുണ്ട് രണ്ടും, തക്കാളിയും മാങ്ങയൊക്കെ. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർക്കാം. നേരത്തെ ഉപ്പിട്ട് കൊടുത്ത് ചിലപ്പോൾ തക്കാളി അങ്ങനെ പെട്ടെന്ന് വെന്ത് കിട്ടില്ല, മാങ്ങയൊക്കെ. അപ്പോൾ ഒരു ഹാഫ് വേവ് വെന്ത ശേഷം, മാങ്ങയും തക്കാളിയൊക്കെ ഒരു ഹാഫ് വേവ് വെന്ത ശേഷം ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ അടച്ച് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ വറുത്തതാണ്. വറുത്ത ചെമ്മീൻ നന്നായി നല്ലപോലെ കഴുകണം കേട്ടോ. ഒരു 4-5 തവണ കഴുകണം. ഇതിൽ മണ്ണൊക്കെ ഉണ്ടാവും, അതിൽ ചളിയൊക്കെ ഉണ്ടാവും. അപ്പോൾ നല്ല ഫ്രഷായിട്ട് ഒരു ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ആ തിളപ്പിച്ച വെള്ളത്തിലിട്ട് കഴുകി എടുത്ത ശേഷം, നല്ല ഫ്രഷായി കഴുകിയ ശേഷം നമ്മൾ കറിയിലിട്ടാൽ മതി. ഇതെല്ലാം അവിടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി കുറച്ച് മുളക് പൊടിയുടെ കുറവുണ്ട്, അപ്പം ഞാൻ 1/2 ടീസ്പൂൺ കൂടെ ഇടുന്നുണ്ട്. ഇനി ഒന്ന് അടച്ച് വയ്ക്കാം. ഇപ്പോൾ തന്നെ നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമ്മളിവിടെ ചെമ്മീൻ കറി വെക്കണേ തൊട്ട വീട്ടിലറിയും ഇന്നിവിടെ എന്താ കറി എന്നുള്ളത്. അത്രയും മണമാണ്, അത്രയും ടേസ്റ്റുമാണ് ഈ ചെമ്മീൻ കറിക്ക്. അപ്പോൾ നമുക്ക് അരപ്പ് ചേർക്കാം. ഞാനിവിടെ ഒരു മൂടി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൽ ഒരു 2 ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് അരച്ചതാണ്. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. തക്കാളി മാങ്ങയൊക്കെ നന്നായി ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലേശം കുരുമുളക് പൊടി ചേർക്കാം. ഞാനിവിടെ കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ എന്ന അളവിൽ ചേർക്കുന്നുണ്ട്. സ്പൂണ് ചെറുതായതുകൊണ്ടാണ്. അപ്പോൾ ഇത് കുരുമുളക് പൊടി ഇടുന്നത് ഓപ്ഷനിലാണ് കേട്ടോ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഇനി ലേശം ഉപ്പിൻ്റെ കുറവുണ്ട്, ഉപ്പും കൂടെ ചേർത്തിട്ട് എല്ലാവിടെയും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാവിടെയും ഒന്ന് ചേർത്ത് ഇളക്കി കൊടുത്ത ശേഷം ഒന്നുകൂടെ അടച്ച് വയ്ക്കാം. ഇത് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. ഈ ചാറൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം, കാരണം ഇത് തിളച്ച് വരുമ്പോൾ ചാറൊക്കെ നന്നായി കുറുകി വരും. ചാറൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു തിള വന്നാൽ മതി. ആ സമയം തന്നെ ചെമ്മീനൊക്കെ വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമ്മൾ ലേശം കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ താളിക്കൊന്നുമില്ല കേട്ടോ. ഉണക്കമീനിനെ താളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ തന്നെ നല്ല മണമാണ് കറിക്ക്. കറിവേപ്പിലയും വെളിച്ചെണ്ണയും ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞ് അപ്പോൾ നമ്മുടെ ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.
അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടടുത്തിരിക്കുന്ന ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.